ഹായ് ഗേയ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഡ്ഡലിക്ക് ഉഴുന്ന് ദോശ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമുക്ക് തൊട്ടുകൂട്ടാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ്, ചെറിയൊരു തക്കാളി, കുറച്ച് പുളിവെള്ളം, അതേപോലെ ഉഴുന്ന്, അതുപോലെ കുറച്ച് തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഉപ്പും. ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലവണ്ണം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിട്ട് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വാട്ടിയെടുക്കുക. അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഉഴുന്ന് ഇട്ടെടുക്കുക. ഇതേപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഞാൻ നിൽക്കാൻ വേണ്ടി ഞാൻ ചരിച്ച് വെക്കട്ടെ പാനൊന്ന്. ഇനി ഇതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കുക. തീയൊന്ന് കുറച്ച് കൊടുക്കണേ, അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ട് നന്നായി വഴറ്റി വെക്കുക. ഇത് നന്നായി വഴണ്ടതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞത് ചെറിയ തക്കാളിയാണ്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിരകി വെച്ച് തേങ്ങ ഇട്ടെടുക്കുക. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ല മിക്സാക്കി കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ നന്നായി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാനുണ്ട്. പക്ഷേ വറ്റൽമുളക് എന്തെങ്കിലും ഇല്ല കേട്ടോ. അതിന് ഞാൻ കുറച്ച് മുളകും പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വറ്റൽമുളക് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ മുളകും പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി മുളക് പൊടി ഇട്ടപ്പോൾ ചുമക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ആ പുളിവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളിത് മാറ്റി വെക്കുക. ഇനി നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആ പുളിവെള്ളം കൂടി ഒഴിച്ചെടുക്കുക. ഈ പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ആ പുളിവെള്ളം ഒഴിച്ചതിന് വേറെ വെള്ളവും ഇതിലേക്ക് ചേർത്തില്ല കേട്ടോ. അല്ല, ഞാൻ അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചമ്മന്തി ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഈ കളറ് കൂടണമെങ്കിൽ നമുക്ക്
കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ കേട്ടോ അരക്കുമ്പോൾ. ഇത് നമുക്ക് നല്ല. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ചമ്മന്തി വന്നിരിക്കുന്നത്. നമുക്ക് ഇഡ്ഡലിക്കോ ഉഴുന്ന് ദോശക്കൊക്കെ ഇത് കൂട്ടി തിന്നാം. അതുകൊണ്ടോ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഉഴുന്ന് ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഇത് കൂട്ടി തിന്നട്ടോ. അടിപൊളിയല്ലേ? അപ്പം നമ്മളിത് കൂട്ടുന്നത് ഇഡ്ഡലിക്കാട്ടോ. അതങ്ങനെ സെർവ് ചെയ്യണമെന്ന് നോക്കാം. അടിപൊളിയാ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഇഡ്ഡലിക്ക് പറ്റിയ അതേപോലെ ഉഴുന്ന് ദോശക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്സ് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടാലും മതി കേട്ടോ. ഇതാണ് കണ്ടോളൂ, ഇതാണ് സ്ലോയിൽ വിട്ടത്, മറ്റേത് ഷോർട്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഡെയിലി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.